മധു ജനകീയ തുടക്കമാണോ? ജനകീയ തുടക്കമാകണം. ഒരു സർക്കാരിനെ, അത് ഏത് രാഷ്ട്രീയ പാർട്ടി നയിക്കുന്ന സർക്കാർ എന്നുള്ളതല്ല, ഒരു സർക്കാരിനെ ജനം തിരഞ്ഞെടുത്ത് അധികാരത്തിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ ജനകീയമായ തുടക്കം മാത്രമല്ല, ജനകീയമായ മുന്നോട്ട് പോക്കും അവസാനവും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അതിന് വിരുദ്ധമായ നിലപാടുകൾ ഉണ്ടാകുമ്പോഴാണ് ജനം തിരുത്തുന്നത്. ഇത് ഓരോ തീരുമാനമെടുക്കുമ്പോഴും വലിയ തോതിൽ അത് ജനകീയമാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അതിന് വിരുദ്ധമായി എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ടായിരുന്നു എന്ന ഇടത്ത് വെച്ചാണ് ആ പ്രതീതി ഉണ്ടാകുന്നത് എന്നതാണ് പ്രധാനം. കഴിഞ്ഞ ദിവസം 2 തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. ഒന്ന് KSRTCയുമായി ബന്ധപ്പെട്ട്, 2 നേരത്തെ സുനിൽ സാറ് പറഞ്ഞതുപോലെ ഈ AD തോമസിനെ അടക്കം മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ ആക്രമിച്ചതിൽ ഒരു SIT രൂപീകരിച്ച അന്വേഷണം. ഇത് നോക്കൂ, അത് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ സമരമായിരുന്നു. പക്ഷെ അതിൽ പോലീസ് നടപടി ഉണ്ടാകുന്നു. പക്ഷെ അതിൽ ഒരു അന്വേഷണം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് അതൊരു ജനകീയ തീരുമാനം എന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നത്? കാരണം അവിടെ നടന്നത് നീതിക്കു നിരക്കുന്നതല്ല എന്നും അധികാരത്തിനപ്പുറത്തുള്ള അമിതാധികാര പ്രയോഗമാണ് എന്നും ആ നിലയ്ക്കായിരുന്നില്ല അത് പ്രവർത്തിക്കേണ്ടതെന്നും, ഇനി അങ്ങനെ ഒരു പോലീസ് സംവിധാനത്തിൽ നിന്ന് ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ ഭരണകൂടം അതിനെ അങ്ങനെ ആയിരുന്നില്ല കൈകാര്യം ചെയ്യേണ്ടതെന്നും ഒരു പൊതു മനോഭാവം ജനങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്നു. അത് പക്ഷെ ജനങ്ങൾക്കുള്ളിലായിരുന്നു. ജനങ്ങളുടെ ആ ഉള്ളിലുള്ള വികാരത്തെ ഭരണ നേതൃത്വത്തിന് അറിയാൻ കഴിയാതെ പോവുകയും അതൊരു രക്ഷാപ്രവർത്തനം എന്ന് ഏറ്റുപാടാൻ പറഞ്ഞയാൾ മാത്രമല്ല, പറഞ്ഞയാളെ തിരുത്താതെ അത് ഏറ്റുപാടാനൊരു സംഘടനാ സംവിധാനം ഉണ്ടാവുകയും ചെയ്തിടത്താണ് ഇപ്പോൾ തിരുത്തൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രതികാരം എന്ന നിലയ്ക്കപ്പുറത്തേക്ക് AD തോമസ് തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ നീതിയാണ് തേടുന്നത് എന്ന്. അപ്പോൾ അവിടെ ഇന്ന് തന്നെ ആ ഫോൺ, ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഫോൺ ഏതാണ്ട് 1 വർഷത്തിന് ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തേടുന്നത്. നാടായ നാട്ടിൽ ചാനലുകൾ മുഴുവൻ കാണിച്ച ദൃശ്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് ഇല്ലാതെ പോയി. ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണ മനുഷ്യർക്ക് ഒരു തോന്നലുണ്ടാകും, എന്തുകൊണ്ടാണ് ദൃശ്യം കൊടുക്കാത്തത്, അതിലപ്പോൾ എന്തോ ഒരു അട്ടിമറിയില്ലേ എന്നൊരു തോന്നലുണ്ടാകും. ഇതിങ്ങനെ നിരന്തരമായ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലിരിക്കുമ്പോഴാണ് ഏറ്റവും അവസാനം അവരതിലൊരു വിധിയെഴുത്ത് നടത്തുന്നത് എന്നുള്ളതാണ്. PSC ലിസ്റ്റ് കാലാവധി ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന ലിസ്റ്റ് നവംബർ വരെ നീട്ടി എന്നൊരു പ്രഖ്യാപനമാണ് ഇന്നുണ്ടാകുന്നത്. വളരെ ചുരുക്കം ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതൊരു ജനകീയ തുടക്കം എന്ന നിലയ്ക്ക് എന്തുകൊണ്ടാണ് കാണുന്നത്? PSC റാങ്ക് ലിസ്റ്റ് നീട്ടണം എന്ന് പറഞ്ഞ് ഉപ്പിൻകല്ലിന്മേൽ ഉദ്യോഗാർത്ഥികൾ നിൽക്കുന്നത് നമ്മൾ കണ്ടു. ഈ സാഷ്ടാംഗം വീണ് കിടന്ന് അവിടെ ശയനപ്രദക്ഷിണം നടത്തുന്ന ഉദ്യോഗാർത്ഥികളെ നമ്മൾ കണ്ടു. 1ാം റാങ്കിലുള്ളവർക്ക് നിയമനം കിട്ടാത്തത് കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുടെ തുടർച്ചയിലാണ് ഇങ്ങനെ ഒരു ചെറിയ നീക്കം ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടി എന്താണ് ജനങ്ങളുടെ മനസ്സിൽ എന്നത് കണ്ടറിഞ്ഞുകൊണ്ടുള്ള തുടക്കമുണ്ടാകുന്നു എന്ന് വിചാരിക്കുന്നത്. ഇത് പക്ഷേ സ്വാഭാവികമാണ് കേട്ടോ. ആദ്യത്തെ 2 ദിവസം കൊണ്ടൊരു സർക്കാരിനെ ജനവിരുദ്ധമെന്നോ ജനകീയമെന്നോ വിലയിരുത്താൻ കഴിയില്ല. ആർക്കാണെങ്കിലും ഒരു തുടക്കം ഉണ്ടാകുമ്പോൾ അത് നല്ല തുടക്കമാണെന്ന് ആഗ്രഹമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കം എന്നതിനേക്കാൾ തുടർച്ചയിലാണ് വളരെ പ്രതീക്ഷയോടുകൂടി നോക്കുന്നത്. ഇന്നത്തെ പ്രഖ്യാപനം എന്താണ്? ഇന്നത്തെ പ്രഖ്യാപനം സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദു ചെയ്യുന്നു. മഞ്ഞക്കുറ്റികൾ പിഴുതുമാറ്റുന്നു. ഒരു സർവേ നടത്താനുള്ള കുറ്റി അവിടെ സ്ഥാപിക്കുന്നു. അത് പക്ഷേ ആ മഞ്ഞക്കുറ്റി എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക്, ഈ സർവേ നടത്താനുള്ള ഒരു കാര്യം എന്നതിനപ്പുറത്തേക്ക് അത് ജനങ്ങളുടെ ജീവിതത്തിന് മുകളിലേക്ക് അധികാരം നടത്തിയ ഒരു കടന്നുകയറ്റം എന്ന നിലയ്ക്ക് കാണാനുള്ള സാഹചര്യം എന്താണ്? നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വലിയ ജനകീയ പ്രതിഷേധം കണ്ടു. നമ്മൾ അതുമായി ബന്ധപ്പെട്ട അധികാര ദുർവിനിയോഗം കണ്ടു. ചെങ്ങന്നൂർ കൊഴുവല്ലൂരിലെ തങ്കമ്മയുടെ ഒറ്റമുറി വീടിൻ്റെ അടുക്കളയിൽ കൊണ്ടുപോയി. ഞാൻ ചോദിക്കുന്നത്, അവിടേക്ക് പോകുന്ന ഉദ്യോഗസ്ഥർ മനുഷ്യരല്ലേ? ഒരു വീടിൻ്റെ അടുക്കളയിൽ തന്നെ വെച്ചാലേ സർവേ നടക്കുള്ളൂ? അത് ആ വീടിന് പുറത്താണ് ആ കുറ്റിയടിക്കുന്നതെങ്കിലോ, അല്ലെങ്കിൽ അവരുടെ ആ സ്വൈര്യ ജീവിതത്തിന് പരിധിക്ക് പുറത്താണ് ആ കുറ്റിയടിക്കുന്നതെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? അപ്പോൾ അവിടേക്ക് കടന്നു പോകുന്നത് മനുഷ്യരല്ലേ? ഇവരുടെ വീട്ടിലേക്കാണ് ഈ കുറ്റിയടിക്കാൻ പോകുന്നതെങ്കിൽ ഇവർ സമ്മതിക്കുമോ? അപ്പോൾ അങ്ങനെയുള്ളൊരു അമിതാധികാര പ്രയോഗം നടക്കുകയും അതിൻ്റെ പേരിൽ പ്രതിഷേധിച്ച മനുഷ്യരെ നിലത്തുകൂടി വലിച്ചിഴയ്ക്കുന്ന തരത്തിലുള്ള കാഴ്ചകളും നമ്മൾ കണ്ടയിടത്താണ് ആ മഞ്ഞക്കുറ്റി ഒരു ജനദ്രോഹ നടപടിയുടെ പ്രതീകമായി നിന്നത്. അല്ലെങ്കിൽ അത് ഈ പറയുന്നത് പോലെ നമ്മുടെ പറമ്പിലോ മറ്റെവിടെയോ കിടക്കുന്ന ഏതോ കാലത്ത് സർവേ നടത്തേണ്ട ഒന്നായി മാത്രം പോകുമായിരുന്നു. അവിടെ ജനവിരുദ്ധതയുണ്ടായി എന്നുള്ളതാണ്. ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ജനകീയമാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഒരു പദ്ധതി പിൻവലിക്കുമ്പോൾ അത് ജനകീയമാവുക എന്ന് പറഞ്ഞാൽ ആ പദ്ധതിക്ക് എന്തോ പ്രശ്നമുണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ കാര്യം. മാത്രമല്ല, നോക്കൂ, ഈ പദ്ധതിയുടേതാണ് പ്രശ്നം. ഇവിടെ നമുക്ക് അതിവേഗം യാത്ര ചെയ്യാനൊരു സംവിധാനം വേണം, അതിൽ തർക്കമൊന്നുമില്ല. ആ പദ്ധതിയുടെ മാത്രമല്ല പ്രശ്നം, അതുണ്ടാക്കുന്ന പരിസ്ഥിതി ആഘാതത്തിൻ്റെ കാര്യം മാത്രമല്ല പ്രശ്നം. എന്തായിരുന്നു? ഈ പറയുന്ന മണ്ണിട്ടുയർത്തുന്ന സംവിധാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ നാട് 2ആയി പോകും
എന്നതായിരുന്നല്ലോ. ഇപ്പൊ നാഷണൽ ഹൈവേ വന്നപ്പോഴോ, നാഷണൽ ഹൈവേ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? തിരുവനന്തപുരത്ത് ഏറ്റവും വേഗത്തിൽ വികസിക്കുന്ന മേഖല ഏതായിരുന്നു? കഴക്കൂട്ടമാണ്. IT മേഖലയാണ്. ഫ്ളാറ്റുകളുണ്ട്. ഇങ്ങനെ വലിയ തോതിൽ വികസിക്കുന്ന ഒരു മേഖലയായിരുന്നു. എന്താ സംഭവിച്ചെന്നറിയോ? നാഷണൽ ഹൈവേ വന്നപ്പം രണ്ട് ഭാഗത്ത് പോയി. 1, 2, 3 കിലോമീറ്റർ ചുറ്റി വരണം കഴക്കൂട്ടം ടൗൺ. അതിന്റെ ടൗണിന്റെ നടുക്കൂടെയാണ് ഈ പറയുന്ന നാഷണൽ ഹൈവേയുടെ കെട്ടി ഉയർത്തപ്പെട്ട മതിൽ വന്നത്. ആ ടൗണ് രണ്ടായി പോയി. പക്ഷെ എന്താ സംഭവിച്ചത്? അവിടെ സ്ഥലം ഏറ്റെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. അത് ചർച്ചയായില്ല. ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴൊക്കെ അവിടെ ഒരു മർക്കടമുഷ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജനങ്ങളോട് ഇത് പറയുകയും ഇത് വിശ്വാസത്തിലെടുക്കുകയും ചെയ്യണമെന്നുള്ളതായിരുന്നു ജനകീയ പ്രതിഷേധങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ അടങ്ങുന്നതല്ലേ രാഷ്ട്രീയ പാർട്ടി? ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമുക്കിത് പരിഹാരം എന്താ, പ്രശ്നം എന്താണെന്ന് ചർച്ച ചെയ്യാം എന്നും പറയാൻ കഴിയാത്ത എന്ത് ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ളത്? ഇന്ന സമയത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കണമെന്ന് എന്തെങ്കിലും നിർബന്ധാവസ്ഥ ഉണ്ടായിരുന്നോ? ജനങ്ങളെ കൂടി കേൾക്കണമായിരുന്നു. എത്ര തവണ ആ സമയത്ത് ഇതൊക്കെ പറഞ്ഞു. പക്ഷെ ആരെങ്കിലും കേട്ടോ? ആരും കേട്ടില്ല എന്നിടത്താണ് ഇപ്പോൾ ഇന്നിപ്പോൾ TM തോമസ് ഐസക് പറയുന്നുണ്ട്, ഏത് പേരിലും ആകട്ടെ, വേണമെങ്കിൽ രാഗ എന്നിട്ടുകൊള്ളൂ, പക്ഷെ ഇത് നടപ്പിലാക്കണം എന്നുള്ളത് നാട്ടിലുള്ളവരുടെ ആവശ്യമാണ്. അത് സിൽവർ ലൈൻ എന്നുള്ളതല്ല, നമുക്ക് അതിവേഗ പാത വേണം എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിവേഗ പാത എന്ന ആശയത്തിനെതിരെ അല്ല ഇവിടെ സമരം നടന്നത്. അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കപ്പെട്ട ഉരുക്കുമുഷ്ടിക്കെതിരെയും അത് നടപ്പിലാക്കാനെടുത്ത മർക്കടമുഷ്ടിക്കെതിരെയുമാണ് ഇവിടെയുണ്ടായ പ്രശ്നങ്ങൾ എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇനി വേറൊരു കാര്യം, ഇന്ന് മലയിടം തുരുത്തിലുണ്ടായ പ്രശ്നം. പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിന് തൊട്ട് മുൻപ് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തി മുഖ്യമന്ത്രി പോയതിന് പിന്നാലെയാണല്ലോ ഇതുണ്ടാകുന്നത്. നമ്മുടെ മനസ്സിലേക്ക് ഈ ഇമേജുകളാണ് വീണ്ടും ഉണ്ടാകുന്നത്. അന്ന് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് നടന്ന എന്തൊക്കെയാണോ ആ ഇമേജുകളാണ് സാധാരണ മനുഷ്യർ, ഏറ്റവും നിസ്സഹായരായ മനുഷ്യർ, അവർക്ക് നേരെ അമിതാധികാര പ്രയോഗം ഉണ്ടാകുന്ന എല്ലാ ഇമേജുകൾക്കും ജനകീയമായ തിരിച്ചടി ഉണ്ടാകും. എന്തുകൊണ്ടാണ് അതവിടെ സംഭവിച്ചത് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. നിങ്ങൾ രണ്ടുപേരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സർക്കാർ അധികാരം ഏറ്റിട്ട് 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് അവിടേക്ക് ജലപീരങ്കി അടക്കമുള്ള സംവിധാനങ്ങൾ പോകുന്നുണ്ട്. 150ഓളം പോലീസുകാർ പോകുന്നുണ്ട്. അവിടേക്ക് JCB പോകുന്നുണ്ട്. ഇത്രയും സംവിധാനങ്ങൾ ഒരു അഭിഭാഷക കമ്മീഷൻ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ബാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ചെല്ലുമോ ഒരു സ്ഥലത്തേക്ക്? ഇല്ല. 150 പോലീസുകാർ ചെല്ലുവോ സുനിൽ സാറേ? ഇല്ല. അപ്പോൾ ഒരു സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസുകാർ, ഒരു സ്റ്റേഷന്റെ ഉള്ളിലുള്ള പോലീസുകാർ പോലും അല്ല. അപ്പോൾ അത്രയും വലിയ പോലീസ് വിന്യാസം അവിടെ ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും അവിടുത്തെ ഉന്നത പോലീസുകാരുടെ അടക്കം അനുമതി വേണം. ഇനി അവിടെ പോലീസുകാർ ചെല്ലുന്നു. അപ്പോൾ ഈ ജലപീരങ്കി അടക്കമുള്ള സംവിധാനങ്ങളും JCB അടക്കമുള്ള സംവിധാനങ്ങളും ഇത്രയും സായുധ പോലീസുകാരും ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകും തോന്നൽ എന്താ? ഇന്നൊഴിപ്പിക്കും അല്ലേ? 4-5 പോലീസുകാർ അഭിഭാഷക കമ്മീഷന് കൂടെ പോകുന്ന പോലെയല്ല. ഇത്രയും വലിയ സന്നാഹം ചെല്ലുമ്പോൾ അവർക്കതൊരു വലിയ പ്രശ്നമാണ്. ഇന്നൊഴിപ്പിക്കുമോ എന്ന ആശങ്കയുണ്ടാവുകയാണ്. സ്വാഭാവികമായും ആ ക്രൗഡ് എന്നത്തേക്കാൾ കൂടുതൽ വലിയ ആശങ്കയിലേക്ക് പോവുകയും അവർ പ്രതിരോധിക്കുകയും ചെയ്യും. ഇനി ആ പോലീസുകാർ അവിടെയുള്ള സാധനങ്ങളടക്കം എടുത്ത് അവിടുത്തെ കനാലിലേക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത്. ഇങ്ങനെ പോലീസ് മൂവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഏറ്റവും അച്ചടക്കമുള്ളൊരു സേനയാണ്. പോലീസ് മൂവ് ചെയ്യണമെങ്കിൽ ഈ അഭിഭാഷക കമ്മീഷൻ പറഞ്ഞാൽ മതിയോ? അഭിഭാഷക കമ്മീഷൻ ഒഴിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ മാത്രം പോലീസും ജനങ്ങളും തമ്മിൽ ഒരു ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ ഒരു ബലപ്രയോഗമോ ഉണ്ടാവും. അവിടെ ആളുകൾക്ക് പരിക്കേറ്റല്ലോ. അപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി വേണ്ടേ? അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? എൻ്റെ ഒരൊറ്റ ചോദ്യം ഇതാണ്. ഇന്ന് അവിടെ അങ്ങനെ ജനങ്ങളും പോലീസുമായൊരു സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന തരത്തിൽ ഒരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നിർദ്ദേശം നൽകിയത് ആരാണ് എന്നത് പരിശോധിക്കപ്പെടണം എന്നുള്ളത്, അതിൽ വ്യക്തത വരണമെന്നും. ഇപ്പൊ ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളുടെ വാർത്ത കണ്ടിട്ട് വിളിക്കുന്നു, പോലീസ് പിൻവാങ്ങുന്നു, പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇത് പതിറ്റാണ്ടുകളായി അവിടെ ഉള്ള പ്രശ്നമാണ്. സുപ്രീം കോടതിയിലേക്ക് വരെ പോയതാണ്. സുപ്രീം കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥരാണ്. അവിടെ പോലീസിന്റെ സഹായമുണ്ട്. ഈ അഭിഭാഷക കമ്മീഷൻ ഇതിനു മുമ്പ് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് പോലീസ് സഹായിക്കുന്നില്ല എന്ന്. അപ്പൊ ഇത്രയും കാലം സഹായിക്കാതിരുന്ന പോലീസ് ഇന്ന് സഹായിക്കാൻ മനസ്ഥിതി കാണിച്ചുവെങ്കിൽ അവിടെ എന്തോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും സ്വാഭാവികമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ആ മാറ്റം അധികാരത്തിലേറിയ സർക്കാരിന്റെ മാറ്റമാണ് എന്നുള്ളതാണ്. അങ്ങനെ സർക്കാരിന്റെ മാറ്റമാണെങ്കിൽ ആഭ്യന്തരമന്ത്രി മിനിറ്റുകൾ വെച്ച് വിളിച്ചിട്ട് പിൻവാങ്ങാൻ പറയുമോ? സർക്കാരിന്റെ താല്പര്യം അതായിരുന്നുവെങ്കിൽ അപ്പോൾ കൃത്യമായി ഇന്നലെ അധികാരത്തിൽ കയറിയതല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് പരിശോധിക്കണം. മാത്രമല്ല പോലീസിൽ വലിയ തോതിൽ ഈ പറയുന്ന 10 വർഷത്തിന് ശേഷം അധികാരമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രാൻസ്ഫറുകളും അധികാര കൈമാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അത് കുറച്ചുകൂടി ഡിസ്റ്റർബ്ഡ് ആണ് ആ സംവിധാനം. അതിനുള്ളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ് എന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട്. അവിടെ എന്താണെന്ന് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യം വരേണ്ടതുണ്ട്. നോക്കൂ, ഒരു ആലോചനയുണ്ടോ എന്ന് പരിശോധിക്കണം. ഒരു ഇമേജും ജനങ്ങൾ നിസ്സഹായരായ മനുഷ്യർ, അധികാരത്തിന് മുകളിൽ നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യരെ അവരുടെ ഒരു ഇമേജും ഒരു ജനവും ഒരു കാലത്തും കാണാതെ ഇരിക്കില്ല. അത് പൊതുബോധമുണ്ടാക്കുകയും ചെയ്യും, അത് തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും. Meet the editors.